ഓക്കെ, ഡെമോൺസ്ട്രേഷൻ പ്രോബ്ലം 3 നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനാണ്. 1-2 ട്രാൻസ്ലേഷൻസ് കൂടുതലായിട്ട് എന്തുണ്ട്, അഡീഷൻസ് ആണ് പറയുന്നത്. പങ്കജ് 100 റേഡിയോ, നേരത്തെ പറഞ്ഞ ആ സാധനം തന്നെ, പാറ്റേൺ തന്നെ. അതിൽ ജേണൽ ആവശ്യപ്പെട്ടിട്ട് ചിലോ ഇല്ലല്ലോ. ഓക്കെ, ഇൻവോയ്സ് പ്രൈസ് 1250 കോസ്റ്റ് എത്രയാവും എന്നപ്പോൾ നമ്മൾ ഓൾറെഡി അറിയാം. 100 കോസ്റ്റ് 25, അങ്ങനെ 100-ന് ഈക്വലായിട്ടുള്ള എമൗണ്ട് 1250 ഡിവൈഡ് ബൈ 125 അല്ലേ, ടോട്ടൽ 125 അല്ലേ വരാം. ഇൻറ്റു 100 അടിച്ചാൽ 100-ന് ഈക്വലായിട്ടുള്ള എമൗണ്ട് കണ്ടാൽ കോസ്റ്റ് കിട്ടും, 25-ന് ഈക്വലായിട്ടുള്ള എമൗണ്ട് കണ്ടാൽ എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. ബേസിക് കോമൺ സെൻസ്. ഫോളോയിങ് ഫർദർ ഡീറ്റെയിൽസ് ആർ അവൈലബിൾ. എന്താ പറഞ്ഞുള്ളതെന്ന് ആദ്യം നോക്കാം. അടിയിൽ ജേണൽ എഴുതണം, ലെഡ്ജർ ഉണ്ടാക്കണം. ആരുടെ, കൺസൈനറുടെയും വേണം, പിന്നെ ആരുടെയും വേണം, കൺസൈനിയുടെയും വേണം. ഓക്കെ അല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് വായിച്ചു വിടാം. വായിക്കും. അർജുൻ പെയ്ഡ് അഡ്വാൻസ് 75,000 ബൈ വേ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അടുത്ത പങ്കജ് ഡിസ്കൗണ്ട് ബില്ല് എത്രയാണ്, 75,000. ആരാണ് അർജുൻ? പങ്കജാണ് നമ്മുടെ ആര്, കൺസൈനർ. കൺസൈനി ആരാ, അർജുൻ അല്ലേ, അല്ല സോറി അരുൺ യാ. പങ്കജ് 5,000 റുപ്യ ട്രാൻസ്പോർട്ടേഷൻ, അരുൺ 2,500 ടുവേഡ്സ് ഡെലിവറി. ഇതൊക്കെ നേരത്തെ സെയിം സാധനം തന്നെ അല്ലേ. നേരത്തെ ആ തൊട്ട് മുൻപത്തെ DP2-ൽ നിന്ന് ഇപ്പോൾ അഡീഷൻ ഇൻഫർമേഷൻ ഇതൊന്നും വന്നിട്ടുണ്ട് അല്ലേ. പിന്നെ മറ്റുള്ളതൊക്കെ 2 അഡ്വർടൈസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ആ കമ്മീഷൻ 8%. അവിടെ എത്ര പറഞ്ഞ്, 10%. ഒരു ഒന്നുമില്ല, 8% എന്താ നോർമൽ കമ്മീഷൻ ഉണ്ട്, കൂടാതെ 2% ഡെലിക്രിഡർ ഉണ്ട്. അപ്പോൾ ടോട്ടൽ കമ്മീഷൻ എത്ര വന്ന്, 10%. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡെലിക്രിഡർ കമ്മീഷൻ 2% ഉള്ളതുകൊണ്ട് നോർമലി ബാഡപ്റ്റ് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, കൺസൈനറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇവിടെ ആർക്ക് വരും, കൺസൈനിക്ക് വരും, അത്രമാത്രം. പിന്നെ അക്കൗണ്ട് സെയിൽസ് പ്രകാരം 85 വിറ്റുണ്ട്. അപ്പോൾ 15 എന്താണ്, അൺസോൾഡാണ്. 1,500 റുപ്യ പെർ സെറ്റിനാണ് എന്ത് ചെയ്യുന്നത്, അവർ വിറ്റത്. ഓക്കെ അല്ലേ? യെസ്. തൊട്ട് മുൻപത്തെ ക്വസ്റ്റിൽ 1,500 ആയിരുന്നില്ല, 85 വിറ്റ് 1,250 വിറ്റ്, അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ 2 ഒരു കസ്റ്റമർ 2 സെറ്റ് ഹാവ് ബീൻ ഡീഫോൾട്ട് പേയ്മെൻറ്റ്. 2 സെറ്റ് വിറ്റ ആളില്ലേ, ഇത് റേഡിയോ അല്ലേ മക്കളെ. 2 റേഡിയോ കൊണ്ടുപോയ ആളില്ലേ, അയാൾ എത്ര രൂപ തരാണ്ടാവുക, 1,500 റുപ്യക്കല്ലേ അയാൾക്ക് വിറ്റുണ്ടാവുക. അപ്പോൾ എത്ര, 3,000. അയാളൊരു ഡെപ്റ്റർ അല്ലേ. ആ ഡെപ്റ്റർ എന്തായി മാറുകയാണ്, നോ എമൗണ്ട് ഈസ് റിക്കവറബിൾ എന്ന് പറയുമ്പോൾ എന്തായി മാറുകയാണ്, ബാഡപ്റ്റ്. ബാഡപ്റ്റ് 3,000 റുപ്യ ഉണ്ട്. ഇത് ആരുടെ എക്സ്പെൻസാണ്, കൺസൈനിയുടെ. ജേണലും ലെഡ്ജറും വരയ്ക്കാൻ പറഞ്ഞു. ചെയ്യല്ലേ, വേഗം എഴുതിക്കോ. ഇൻ ദി ബുക്സ് ഓഫ്, ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഇൻ ദി ബുക്സ് ഓഫ് ആരാ, കൺസൈനർ. ആരാണ് കൺസൈനർ ഇവിടെ, പങ്കജ്. അതിലേത് വരയ്ക്കണം, കൺസൈൻമെൻ്റ് അക്കൗണ്ട് വേണം. പിന്നെ ആരുടെ, പങ്കജിൽ ആരുടെ അക്കൗണ്ട്, മറ്റുള്ള പേര് അരുണിൻ്റെ അക്കൗണ്ട് വേണം. അരുൺ ആരാ, കൺസൈനി. ജേണൽ എൻട്രി എഴുതാണ്ട്, ജേണൽ എൻട്രിയുടെ സ്പേസ് വേണം. ജേണൽ എൻട്രി ഉണ്ട് കേട്ടോ, ഒരു 10-12 ജേണൽ എൻട്രി ഉണ്ട്. ഓക്കെ, ഒരു 12ഓളം ജേണൽ എൻട്രി കണക്കാക്കിക്കോളൂ. സ്റ്റാർട്ട് ചെയ്യല്ലേ, ഐ എം വെയിറ്റിംഗ്.
ഓക്കെ. ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്താ വായിച്ച എല്ലാവരും? പങ്കജ് 100 റേഡിയോ 1250 രൂപ വെച്ചിട്ട് എന്ത് ചെയ്തു? വിറ്റോ, സെൻഡ് ചെയ്തു. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഒന്നാമത്തെ എൻട്രി എന്താ വരാം? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. എത്ര വരും? 100 റേഡിയോ 1250 വെച്ചിട്ട് 1,25,000. കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എന്ത് എഴുതണം? ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. ഓക്കെ അല്ലേ? 1,25,000. ഇതിൻ്റെ ലോഡ് ഇപ്പം തന്നെ ഒഴിവാക്കിക്കൂടെ? കുഴപ്പമുണ്ടോ? മറക്കണ്ട. ഇനി ലോഡ് ഒഴിവാക്കണമെങ്കിൽ നേരെ അപ്പം നമ്പർ 2 ക്ലിയർ. ടു റിമൂവ് ഏതാണ്? ലോഡ് അല്ലേ? എന്ത് എൻട്രി? നേരെ ഓപ്പോസിറ്റ് പറഞ്ഞേ. ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈൻമെൻറ്റ്. എങ്ങനെ ലോഡ് വേണം? 1250 1000 കോസ്റ്റ്, അപ്പോൾ 250 പ്രോഫിറ്റ്. അങ്ങനെ 100 എണ്ണത്തിന് 250 വെച്ചിട്ട് 25,000. ജേണൽ എഴുതുന്നില്ലേ? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈൻമെൻറ്റ്. അപ്പോൾ കൺസൈൻമെൻറ്റിൽ എന്ത് എഴുതണം? ബൈ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് 25,000. ഓക്കെ, റെഡി? അടുത്ത റെസ്പോണ്ട് ചെയ്യടായി. അടുത്ത ഏതാണ്? ഫോളോയിങ് ഫർദർ. അരുൺ പെയ്ഡ് അഡ്വാൻസ് 70,000 ബൈ വേ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. നമുക്കറിയാം അരുണിൻ്റെ കയ്യിൽ നിന്ന്, ഒന്ന് ശ്രദ്ധിച്ചാലും നന്നാവും. അരുണിൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടുകയാണെങ്കിൽ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അരുൺ. പക്ഷെ ക്യാഷല്ല കിട്ടുന്നത്, ബില്ലാണ് കിട്ടുന്നത്. അപ്പോൾ എൻട്രി എന്താ വരിക? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു അരുൺ. അത്രേ ഉള്ളൂ. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു അരുൺ. എത്ര? 75,000. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു അരുൺ. അങ്ങനെയാണ് അരുണ്ടയിൽ പോസ്റ്റ് ചെയ്യണത് അല്ലേ? എന്ത് പറഞ്ഞ് എഴുതണം? ബൈ ബിൽസ് റിസീവബിൾ 75,000. ബൈ ബിൽസ് റിസീവബിൾ 75,000. ഓക്കെ അല്ലേ? അടുത്തത് ഈ ബില്ലില്ലേ, ഈ ബില്ല് ഇപ്പോൾ ബില്ല് ആരുടെ കയ്യിലുള്ളത്? പങ്കജിൻ്റെ, കൺസൈനറുടെ കയ്യിലല്ലേ? അയാൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്ത്? ഡിസ്കൗണ്ട് ചെയ്ത്. എത്ര രൂപയ്ക്ക് ഡിസ്കൗണ്ട് ചെയ്ത്? 73,000. ഒന്ന് ശ്രദ്ധിക്കോ, ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോഴുള്ള നമ്മൾ പഠിച്ച എൻട്രി തന്നെയാണ്. ക്യാഷ് എത്ര കിട്ടും? പറയും. 70. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 73,000. 2,000 രൂപ ബാങ്ക് ഡിസ്കൗണ്ട് എടുത്ത് അതിന് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ഡെബിറ്റ് ചെയ്യണം അല്ലേ? ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ എത്ര? 2,000. 2 ഏതാണ്? ബിൽസ് റിസീവബിൾ എത്ര വരും? 75,000. സിമ്പിൾ അല്ലേ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ. ഓക്കെ അല്ലേ മക്കളത്? എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യണ്ട? ഇല്ല. കൺസൈൻമെൻറ്റ് അക്കൗണ്ടിലോ ഡിസ്കൗണ്ടിലൊന്നും ഈ അക്കൗണ്ടുകളൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല. 5ാമത്തെ ട്രാൻസാക്ഷൻ വായിക്കണം. വായിക്കും മക്കളെ. പങ്കജ് ഇൻക്വേർഡ് 5,000 ടുവേർഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഇൻഷുറൻസ്. എന്താ എൻട്രി? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ
ടു അല്ലേ, എക്സ്പെൻസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് പോയിട്ടുണ്ട്, അപ്പോൾ ടു ക്യാഷ് ഓർ ബാങ്ക് അല്ലേ. എമൗണ്ട് എത്രയാണ് വരുന്നത്, 5000. കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എന്ത് എഴുതണം, ടു ക്യാഷ് 5000. അടുത്തേതാ, അരുൺ ഇൻകേർഡ് എന്താ 2500 അല്ലേ. എന്തിനാ, ടേക്കിംഗ് ഡെലിവറി. 12500 രൂപയുടെ അഡ്വർടൈസിങ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസ്. ഇതൊക്കെ എന്താണ്, അരുണിൻ്റെ കയ്യിൽ നിന്ന് എടുത്തല്ലേ. 6ാമത്തെ എൻട്രി. ഇതൊക്കെ നമ്മൾ കൺസൈൻമെൻറ്റിൽ ഡെബിറ്റ് ചെയ്യണം. ടു ആർക്ക് കൊടുക്കണം, അരുണ് കൊടുക്കണം. അരുൺ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ അരുൺ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. എൻട്രി എന്താ വരിക, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാ, അരുൺ. എമൗണ്ട് എഴുതുമ്പോൾ എത്ര എഴുതണം, 2500 പ്ലസ് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതല്ലേ, 12500. അപ്പോൾ എത്ര വരും, 15000 വരും അല്ലേ. കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എന്ത് എഴുതണം, ടു അരുൺ. അരുണിൻ്റെ അക്കൗണ്ടിൽ എന്ത് എഴുതണം, ബൈ കൺസൈൻമെൻറ്റ്. കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ടു അരുൺ, അരുണിൽ ബൈ കൺസൈൻമെൻറ്റ്. ഓക്കെ അല്ലേ. അടുത്തേതാ, അരുൺ എന്തുണ്ട്, കമ്മീഷൻ ഉണ്ട്. എത്ര, 8. അങ്ങനെയൊന്നും നമ്മൾ കണക്കാക്കണ്ട. എത്ര, 10%. പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബാഡറ്റ് വരുമ്പോൾ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്, കൺസൈനിക്കാണ്. അതൊരു ടിസ്റ്റുള്ളൂ. വേറെ കാൽക്കുലേഷനിലൊന്നും ഡെലിക്രിഡർ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാണിക്കൊന്നും വേണ്ട. കമ്മീഷൻ കൊടുത്തു അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ. അപ്പോൾ 6, 7ാമത്തെ കമ്മീഷൻ്റെ എൻട്രി എന്ത് തന്നെയാണ്, മുകളിലത്തെ സെയിം എൻട്രി അല്ലേ. കമ്മീഷൻ ഇൻകാണ് ആർക്ക്, അരുൺ. നമ്മളിപ്പോൾ ആരുടെ ബുക്കിലുള്ളത്, അതിലെന്താ, എക്സ്പെൻസാണ്. അപ്പോൾ എൻട്രി എന്താ വരിക, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏത് തന്നെയാണ്, അരുൺ തന്നെ. ഓക്കെ. അപ്പോൾ ഈ പൈസ എത്രയെന്ന് അറിയണമെങ്കിലേ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത ഭാഗം ചെയ്യണം. ഏതാ, സെയിൽസ് വേണ്ടേ. സെയിൽ എത്ര യൂണിറ്റാണ് സെയിൽ ചെയ്തുള്ളത്, 85 യൂണിറ്റ് അല്ലേ. ഒരു യൂണിറ്റിന് എത്ര രൂപയ്ക്ക് വെച്ചിട്ട് അവർ വിൽക്കുന്നത്, 1500. അപ്പോൾ എത്ര വരും, 85 × 1500, 1,20,000. ഇതിൻ്റെ എത്ര ശതമാനം, 10%. അപ്പോൾ എത്ര വരും, 12,750 അല്ലേ. 12,750. അപ്പോൾ നമുക്ക് സെയിൽസ് എത്രയെന്ന് കിട്ടിയല്ലേ, 1,27,500 സെയിൽസ് എന്ന് മനസ്സിലായി. ഇതുകൊണ്ടായി പോസ്റ്റ് ചെയ്യണ്ടേ. കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എന്ത് എഴുതണം, ടു അരുൺ. എമൗണ്ട് 12,750. അരുണിൻ്റെ അക്കൗണ്ടിൽ ബൈ കൺസൈൻമെൻറ്റ് 12,750. കഴിഞ്ഞല്ലേ. അടുത്തതിലേക്ക് പോട്ടെ. 8ാമത്തെ എൻട്രി എന്തുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ, സെയിലല്ലേ. സെയിൽ നടന്നു മക്കളെ. അപ്പോൾ എൻട്രി എന്താ, സെയിൽ നടന്നാൽ ആരാണ് സെയിൽ ചെയ്തത്, കൺസൈനി. അപ്പോൾ അരുൺ നമുക്ക് പൈസ തരണം അല്ലേ. ഇങ്ക് ആയതുകൊണ്ട് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി എന്താ വരിക, അരുൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈൻമെൻറ്റ്. എത്ര വരും, 1,27,500. അതിൻ്റെ കാൽക്കുലേഷൻ മോള് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ അല്ലേ. അരുണിൻ്റെ അക്കൗണ്ടിൽ എന്ത് എഴുതണം, ടു കൺസൈൻമെൻറ്റ് 1,27,500. കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ബൈ അരുൺ 1,27,500.
ഓക്കെ. അപ്പോൾ ട്രാൻസാക്ഷൻ എല്ലാം കഴിഞ്ഞു അല്ലേ? അപ്പുറത്ത് 2 കസ്റ്റമർ പൈസ എടുക്കാത്തുണ്ട്. അതൊന്നും നമുക്കറിയണ്ട. അതിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റി ആരെടുത്തുക? കൺസൈനി. അതിന് അയാൾക്ക് 2% എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അയാൾ മേടിച്ചെടുക്കട്ടെ. ഇനി ആൾക്ക് ആ നഷ്ടം ഉണ്ടെങ്കിൽ അയാൾ ഈ കമ്മീഷൻ എന്ത് ചെയ്യട്ടെ? നികത്തട്ടെ. അതയാളുടെ കഴിവ് കേട് നോക്കണ്ട. കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ വേണം അല്ലേ? അപ്പോൾ നേരത്തെ നമ്മൾ ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ഇത് അതേ സാധനം തന്നെയല്ലേ ഇവിടെ വരാം അല്ലേ? പക്ഷെ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് വിച്ച് എവർ ഈസ് ലോവർ ഒക്കെ എടുത്തു. അതൊക്കെ ഈ ക്വസ്റ്റ്യനിലുണ്ടാ? ഇല്ല, അത് വേറെ ക്വസ്റ്റ്യൻ. പക്ഷെ ഇവിടെ വേറെ പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ വാല്യൂ ചെയ്തുള്ള ഏതിനാണ്? ഏത് പ്രൈസ് എടുത്തുള്ള 1000 പറയടാ. കോസ്റ്റ്. ഇതിന് ഏതെടുക്കേണ്ടത്? ഇൻവോയ്സ് പ്രൈസ്. എന്നിട്ട് ആ കോസ്റ്റ് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒഴിവാക്കും. അപ്പോൾ ഇവിടെ എത്ര എടുക്കേണ്ടത്? 1250. അപ്പോൾ എത്ര വരും? മൾട്ടിപ്ലൈ ചെയ്താൽ 15 × 1250 18,750. ഇനി ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര വരാം? 19. ഓക്കെ അല്ലേ? നമുക്ക് കാര്യം കിട്ടിയില്ലേ? ഇത് നേരത്തെ ഉണ്ട്, അത് നോക്കണ്ട. നിങ്ങളിപ്പോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇതൊരു വർക്കിംഗ് നോട്ടായിട്ട് കൊടുക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ വ്യത്യാസം മനസ്സിലായില്ലേ? നേരത്തെ നമ്മൾ 1000 എടുത്ത് അത് ക്ലോസിംഗ് സ്റ്റോക്ക് കാണാൻ പറയുമ്പോൾ അതേ ഉള്ളൂ. അഥവാ ക്രെഡിറ്റ് ചെയ്തതിൽ നിന്ന് ഡെബിറ്റ് ചെയ്ത് നെറ്റ് എമൗണ്ട് കണ്ടാൽ മതി ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയും. ഓക്കെ, യെസ്. അപ്പോൾ ചെയ്തോളാം. ഒന്നുകൂടെ ചെയ്തു. ഇങ്ങനെ എഴുതണമെന്നില്ല, ഡയറക്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി ഇക്വേഷൻ. ഏത്? കോസ്റ്റ് മാറ്റിയിട്ട് ഇവിടെ എന്താക്കണം മക്കളെ? ഇൻവോയ്സ് പ്രൈസ് ആക്കണേ. ഇൻവോയ്സ് പ്രൈസ് പെട്ടെന്നാവട്ടെ. നമ്മൾ തൊട്ട് മുൻപുള്ള ക്വസ്റ്റ്യനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാരണമാണ് ചെയ്യാത്തത്. ആ ഡിഫറൻസ് മാത്രം പറഞ്ഞു. പെട്ടെന്നാവട്ടെ. വർക്കിംഗ് നോട്ട് വേറെ കൊടുക്കണേ. അത് വേറെ ക്വസ്റ്റ്യൻ, ഇത് വേറെ ക്വസ്റ്റ്യനായിട്ട് കാണും. കൊറോണ സമയത്ത് ഞാൻ ഇവിടെ സ്റ്റേ ചെയ്തു. ഫാമിലി ഇവിടെ നമ്മുടെ കിച്ചൺ ആ സൈഡിലേക്ക് ഇപ്പോഴും കിച്ചൻ്റെ കൊറോണ സമയം എന്ത് ചെയ്തില്ല, സമയം പോകുന്ന അറിഞ്ഞില്ല. ഇങ്ങനെ ഓൺലൈൻ്റെ സംവിധാനമുള്ളായിരുന്നു. മുന്നോട്ട് പോട്ടെ. അപ്പോൾ 19,875 ജേണൽ എൻട്രി വേണ്ടേ?
എന്താ ജേണൽ എൻട്രി എവിടെ? ഏതാ ഇതന്നെ? ഇതൊക്കെ ഏതാ? ഇനി ഇതിൻ്റെ അടിയിലല്ലേ? എവിടെ പോയാ? എവിടെടാ? ഇനി അടിയിലില്ലേ? എവിടെ പോയി? ഞാൻ സമ്മതിക്കൂല. എഴുതാം. എന്തുണ്ടായി? അണ്ടു അടിച്ചു നോക്കട്ടെ. ഇത് രാമുവിൻ്റെ ഏതാ? അതൊക്കെ ഫസ്റ്റത്തല്ലേ? വയ്യ കളിക്കാൻ. എത്ര നേരം എഴുതിയതാ. രാമുക്ക് എപ്പോഴും ഉള്ളതല്ലേ? എന്തുണ്ടേടാ? ഒന്നുകൂടെ എടുത്ത് നോക്കാം. അല്ല ഇങ്ങനെ ഉണ്ടാവില്ലേ? ഓക്കെ, ഒരു പണിയാ. ഞാൻ ഇനിയുള്ള മുതൽ എഴുതാം. ഇപ്പോൾ കൺസ്യൂമൻ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞേ. കൺസ്യൂമൻ്റ് അക്കൗണ്ട് വീഡിയോ കാണുന്നവർക്ക് കുഴപ്പമില്ല, ഓൾറെഡി ഉണ്ടാവും അതിലെന്തൊക്കെ ഒന്ന് പറഞ്ഞേ. 2 ഗുഡ്സ് ആൻഡ് ഓൺ കൺസ്യൂമൻ്റ് എത്ര? 1,25,000. പിന്നെ 2 ക്യാഷ് എത്ര? 5,000. 2 അരുണല്ലേ? എത്ര? 2 എത്ര? കമ്മീഷൻ്റെ. പിന്നെ ബൈ ഗുഡ്സ് ആൻഡ് ഓൺ കൺസ്യൂമൻ്റ് ലോഡ് ഒഴിവാക്കുന്ന എത്ര? 25,000. ബൈ അരുൺ എത്ര? 1,27,000 സെയിൽ ചെയ്ത്. പിന്നെ ഇനിയിപ്പോൾ ഏതെഴുതണം? ബൈ സ്റ്റോക്ക് എഴുതണം. സ്റ്റോക്ക് വിത്ത് ആരാണ്? അപ്പോൾ എൻട്രി വേണം. എത്രാമത്തെ എൻട്രിയാ പറയോ? എത്ര? 9ാമത്തെ എൻട്രി. എന്താ എഴുതേണ്ടത്? സ്റ്റോക്ക് വിത്ത് കൺസൈനി അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാ? കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. എത്ര എമൗണ്ട് വരുന്നത്? 19,875. അല്ലേ? 19,875. ക്ലിയറല്ല? മുന്നോട്ട് പോട്ടെ. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ എന്ത് ചെയ്യുക? ലോഡുണ്ട് ഒഴിവാക്കല്ലേ? ഇതിൻ്റെ ലോഡ് കാണാൻ എളുപ്പമല്ലേ? എത്ര? 250 വെച്ചിട്ട് എത്ര യൂണിറ്റിനാ? 15 യൂണിറ്റ് അല്ലേ? അപ്പോൾ എത്ര വരും? 250 × 15 എത്ര ഇടാം? 3,750. ഇതാണ് ലോഡ് അല്ലേ? ലോഡ് കാണാൻ എന്താ ഇക്വേഷൻ? ജേണൽ എൻട്രി കൺസൈൻമെൻറ്റ്. ലോഡ് കാണാനല്ല, ലോഡ് റിമൂവ് ചെയ്യാൻ. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാ? സ്റ്റോക്ക് റിസർവ്. ടു സ്റ്റോക്ക് റിസർവ് എത്ര? 3,750. അപ്പോൾ ഇവിടെ എന്തെഴുതണം? ടു സ്റ്റോക്ക് റിസർവ് 3,750. ഓക്കെ അല്ലേ? എല്ലാം കഴിഞ്ഞില്ലേ? ഒന്ന് ബാലൻസ് ചെയ്ത് തരൂ പെട്ടെന്ന്. പ്രോഫിറ്റ് പറഞ്ഞാൽ മതി, ടോട്ടലൊന്നും എനിക്ക് അറിയണ്ട. ടു പ്രോഫിറ്റ് P&L അക്കൗണ്ടിലേക്ക് എഴുതുന്ന എമൗണ്ട്.
ബത്തുൽ എന്താ ചെയ്യുന്നത്? എത്ര വരാ പറയും? 10,870. ഓക്കെ, കിട്ടിയ കൺസ്യൂമൻ്റ് അക്കൗണ്ട് അപ്റ്റ് വേണ്ട മക്കളെ. നോക്ക്, ഇത് നോക്കി എഴുതിക്കോ. നിങ്ങൾക്ക് കൂട്ടാനൊക്കെ ഇനി വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാം, സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേട്ടോ. അല്ല എന്ത് ചെയ്യുക, ഒന്നാമത് നിങ്ങൾ ഈ ചെറിയ കാൽക്കുലേറ്ററൊക്കെ ഒഴിവാക്കി ഇതിങ്ങനെ പേൻ നോക്കണ കാര്യം ഇരുന്നിട്ട് ഇങ്ങനെ കുറച്ച് വലുതൊക്കെ മേടിക്കുക. ഈ കൂട്ടാനുള്ളത് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് എന്ത് എമൗണ്ട്. ഇവിടെ ശ്രദ്ധിക്കും, അത് ഇത് കറക്റ്റാണ് നോക്കിയിട്ടുണ്ടവർ. ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ലല്ലോ, പെട്ടെന്ന് കഴിയില്ലേ. ഇതിൻ്റെ ജേണൽ എൻട്രി ഉണ്ട് ഇവിടെ. നമ്മൾ സാധാരണ എഴുതാത്താണ്, വേണമെങ്കിൽ എഴുതാം. എന്താ, കൺസ്യൂമൻ്റ് അക്കൗണ്ട് അപ് ടു P&L. അപ്പോൾ 11ാമത്തെ എൻട്രി ആയിട്ട് ലാസ്റ്റ് എൻട്രി ആവും കൂടെ എഴുതിക്കോ. എഴുത് കൺസ്യൂമൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു P&L 10,875. ഓക്കെ, അതേപോലെ ആരുടെ അക്കൗണ്ട് ഉണ്ട്? കൺസൈനിയുടെ അക്കൗണ്ട് ഉണ്ട് അല്ലേ? ഓക്കെ, അതിലത്തെ ഐറ്റംസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, ഒന്ന് പറഞ്ഞു തരണം. കൺസൈനി ആരവിടെ? അരുണല്ലേ? 1 by 1 ആയിട്ട് പറഞ്ഞു. അരുണിൻ്റെ എന്തൊക്കെയുള്ളത്? 2 കൺസൈൻമെൻറ്റ് സെയിൽ ചെയ്ത് അല്ലേ? എത്ര? 1,27,500. അടുത്ത് ബൈ ബിൽസ് റിസീവബിൾ എത്രയാണ്? 75,000. ബൈ കൺസ്യൂമൻ്റ് എത്ര? 15,000. വീണ്ടും ബൈ കൺസ്യൂമൻ്റ് 12,750 കമ്മീഷൻ്റെ. പിന്നെ കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ. അപ്പോൾ 12, 1,27,500 ബാലൻസ് 24. ഓക്കെ, ബൈ എന്ത് വരും? ബാലൻസ് ക്യാരി ഡൗൺ വരും. ഇനി കാൽക്കുലേറ്ററിൻ്റെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ കോപ്പി പേസ്റ്റ് ചെയ്തോ. നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്ത് വരുമ്പോഴത്തേന് 5 മണിയാവും. പോണ്ടേ? ആരെ ബുക്കും കൂടെ ചെയ്യണം? ഇൻ ദി ബുക്സ് ഓഫ്, പറയൂ. ആരാ? അരുൺ. ആരെ അക്കൗണ്ട് മാത്രം മതി? പങ്കജിൻ്റെ അക്കൗണ്ട് മാത്രം മതി. പിന്നെ ജേണൽ ആവശ്യമുള്ളൂ. പങ്കജ് അക്കൗണ്ട്. ഓക്കെ, ഓരോന്നെടുക്കാം. ഓരോ ട്രാൻസാക്ഷൻ പറയും. ഫസ്റ്റ് ട്രാൻസാക്ഷൻ ജേണൽ വരയ്ക്കുക. പിന്നെ ഏത് വരയ്ക്കുക? പങ്കജിൻ്റെ അക്കൗണ്ട് വരയ്ക്കുക.
പറ. ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഏതാ? ഗുഡ്സ് സെൻഡ് ചെയ്താ അല്ലേ? അല്ലേ അത് ഇവിടെ എഴുതണ്ടല്ലോ. അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നമുക്ക് ബിൽസ് റിസീവബിളാണ്, അയാൾക്ക് ഇതെന്താണ്? ബിൽസ് പേബിളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എൻട്രി എഴുതുമ്പോൾ എന്താ എഴുതാം? അയാൾ അരുണ് പങ്കജിന് എന്ത് ചെയ്ത് കൊടുത്ത് ഒരു ക്യാഷ് കൊടുത്ത പോലെ തന്നെ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ എന്താ എൻട്രി ചെയ്താൽ? പങ്കജ്. ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ ക്യാഷ് ഡെബിറ്റ് ചെയ്യുക? നമുക്ക് നിങ്ങളെ പങ്കജ് അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്നല്ലേ? ക്യാഷിന് പകരം ഇവരെന്താ കൊടുത്ത്? ബിൽസ് പേബിൾ. ഓക്കെ, അപ്പോൾ ടു ഏതാണ്? ബിൽസ് പേബിൾ. എമൗണ്ട് എത്ര? 75,000. പങ്കജിൻ്റെ അക്കൗണ്ടിൽ എന്ത് എഴുതണം? ടു ബിൽസ് പേബിൾ 75,000. ഓക്കെ, അടുത്തേതാ? എക്സ്പെൻസുകൾ മെറ്റിയതില്ലേ? യെസ്. എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ട്? 2 ഉണ്ട് അല്ലേ? എന്താ? അഡ്വർടൈസ്മെൻറ്റും ഉണ്ട്, മറ്റ് ഡെലിവറി ചാർജും ഉണ്ട്. അപ്പോൾ എൻട്രി എന്താ എഴുതുക? പങ്കജ് അക്കൗണ്ട് അപ്റ്റർ. ഇതൊക്കെ പങ്കജിന് വേണ്ടി ഇയാളെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തല്ലേ? അപ്പോൾ രണ്ടും കൂടെ എഴുതുമ്പോൾ എത്ര? 15,000. പങ്കജിൽ എന്തെഴുതണം? ടു ക്യാഷ് 15,000. ഇനി അടുത്ത് കമ്മീഷൻ. എൻട്രി എന്താ? സെയിം എൻട്രി തന്നെയല്ലേ? ആണോ? അല്ല, പങ്കജ് അക്കൗണ്ട് അപ്റ്റർ ടു കമ്മീഷയുടെ ഇങ്കല്ലേ? അപ്പോൾ ടു എന്താണ്? കമ്മീഷൻ. എമൗണ്ടൊക്കെ ഓൾറെഡി നമുക്ക് അറിയാം. എത്രയാം? 12,750 കണ്ടെത്തിയല്ലേ? പങ്കജ് അക്കൗണ്ടിൽ എന്ത് എഴുതണം? ടു കമ്മീഷൻ എഴുതണം. 12,750 അല്ല മക്കളെ, കമ്മീഷൻ ഇങ്കല്ലേ? ഇങ്ക ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. ഇങ്ക ആര് തരണം? പങ്കജ്. പങ്കജ് അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും. വീണ്ടും വീണ്ടും ഇങ്ങനെ ഈ അസറ്റ് ഇൻക്രീസ് ചെയ്യണോ ഇങ്ക ഇൻക്രീസ് ചെയ്യണമെന്നും പറയണ്ടല്ലോ. ഒരു വട്ടം പറഞ്ഞല്ലേ? അവിടെ ഉണ്ടാവുമല്ലോ തലയിൽ. കേൾക്കണ നിങ്ങൾക്ക് പ്രയാസം ചെയ്യും, പറഞ്ഞ് എനിക്ക് എന്തുണ്ട് ഒരു പ്രയാസമില്ല, പറഞ്ഞ് തന്നെ പറഞ്ഞിട്ട്. അടുത്തേതാണ്? സെയിൽ. സെയിൽ ചെയ്യുമ്പോൾ കയ്യിൽ പൈസ വരും അല്ലേ? ക്ലിയർ അല്ലേ? ആ പൈസ ആർക്കുള്ളതാണ്? ഓക്കെ, എന്തായാലും കിട്ടും, പൈസ കിട്ടുന്നുണ്ട്. ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ എത്രയാണ്? 1,27,500. ഇത് ആർക്ക് കൊടുക്കേണ്ടതാണ്? പങ്കജ്. ടു പങ്കജ് 1,27,500. പങ്കജിൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് ചാമ്പണം 1,27,500. ഓക്കെ അല്ലേ? 5. ഇനി എന്താ? ബാഡക്റ്റ് ഉണ്ടല്ലേ? വേറെ പേയ്മെൻറ്റ് കൊടുക്കണമെന്നില്ലല്ലോ അല്ലേ ഇവിടെ? ഇല്ല. ബാഡപ്റ്റ് എന്ന എൻട്രി എന്താ? ബാഡപ്റ്റ് ഇയാൾക്ക് എക്സ്പെൻസ് ആടാ. എന്താ എൻട്രി ചെയ്താ? ബാഡപ്റ്റ് അക്കൗണ്ട് അപ്റ്റർ ടു. അയാളുടെ ഏത് കുറയും? ഡെപ്റ്റേഴ്സ് കുറയും. ടു ഏതാണ്? ഡെപ്റ്റേഴ്സ്. ഓക്കെ അല്ലേ? ബാഡപ്റ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ഡെപ്റ്റേഴ്സ്. ഇതിന് എഫക്റ്റീവ് ഇല്ലല്ലോ. ഇത് ബാലൻസ് ചെയ്യല്ലേ? എത്ര വരും? എത്ര വരണം? 24,750 വരണം. വരുന്നുണ്ടോ നോക്കി നോക്കും. 24,750. ടു ബാലൻസ് ക്യാരിഡ്.